ശ്രീ മുഹമ്മദ് അഫ്സൽ വടകരയിൽ വിദ്വേഷത്തിന്റെ തുടർച്ച എന്നുള്ളതാണ് ഇന്ന് കെ പി മോഹനെ പോലെയുള്ള CPM നേതാക്കൾ പറയുന്നത്. നിങ്ങൾക്ക് ഈ വടകരയിൽ ആദ്യം കെ പി ശൈലജ ടീച്ചർ ഉന്നയിച്ച വളരെ വികാര വായ്പോടുകൂടി കേരളത്തിലെ മാധ്യമങ്ങൾക്ക് മുന്നിലിരുന്ന് പറഞ്ഞ വിഷയത്തെ ഏറെക്കുറെയൊക്കെ ഒരു നുണബോംബ എന്ന രീതിയിൽ പ്രചരിപ്പിക്കാനും തിരഞ്ഞെടുപ്പിൽ നേരത്തെ പറഞ്ഞതുപോലെ വലിയ തട്ടുകേടില്ലാതെ കാര്യങ്ങൾ കൈച്ചിലാക്കാൻ കഴിഞ്ഞു എന്നൊരു UDF ആത്മവിശ്വാസം അവിടെ നിൽക്കുന്നുണ്ട്. അതിനിടയ്ക്കും തുടർച്ചയായ വിദ്വേഷം എന്ന് UDF തുറന്നു കാണിക്കാൻ കഴിയുന്ന ഒരു സംഭവ വികാസമായി ഇതിനെ പരിഗണിക്കുന്നുണ്ടോ? തീർച്ചയായും ഇവിടെ UDF യഥാർത്ഥ മുഖമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇന്നലെ UDF നടത്തിയിട്ടുള്ള സമ്മേളനത്തിനകത്ത് ഹരിഹരനിലൂടെ വന്ന വാക്കുകളെന്ന് പറയുന്നത്, ബോധ്യമെന്ന് പറയുന്നത് കേവലമായി ഹരിഹരൻ്റെ ഒരു അഭിപ്രായ പ്രകടനമോ അല്ലെങ്കിൽ RMPIയുടെ ഒരു അഭിപ്രായ പ്രകടനമോ അല്ല. അതൊരു UDF അഭിപ്രായ പ്രകടനം തന്നെയാണ്. ഈ അഭിപ്രായ പ്രകടനം തന്നെയാണ് കഴിഞ്ഞ 2 മാസക്കാലമായി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വടകരയിൽ UDF നേതാക്കന്മാരും പ്രവർത്തകന്മാരും നടത്തി വരുന്നത്. ഇവിടെ എത്രമാത്രം മ്ലേച്ഛമായ നിലയിൽ, എത്രമാത്രം നമ്മുടെ സമൂഹത്തെ അപമാനിക്കുന്ന വിധത്തിലേക്കാണ് പ്രസ്താവന പോയിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇവിടെ ലൈംഗിക ചേഷ്ടയോടുകൂടി അല്ലെങ്കിൽ ലൈംഗിക അധിക്ഷേപത്തോടു കൂടിയുള്ള പ്രസ്താവന നടക്കുന്നു. ലൈംഗിക അധിക്ഷേപത്തോടു കൂടിയുള്ള പ്രസ്താവന നടക്കുന്ന സന്ദർഭത്തിൽ സ്വാഭാവികമായും അവിടെ നിന്ന് ഏത് തരത്തിലാണ് പ്രതികരണം ഉണ്ടാവേണ്ടത്? അവിടുത്തെ പ്രതിപക്ഷ നേതാവ്, അവിടെ UDF സ്ഥാനാർത്ഥി, അവിടെ MLA ആയിട്ടുള്ള KK രമ ഉൾപ്പെടെയുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളുണ്ട്. എന്താണ് അവർ അവിടെ സ്വീകരിച്ച സമീപനം? നിങ്ങളെല്ലാം ഇവിടെ വിഷ്വലിലൂടെ ഈ ഹരിഹരന്റെ പ്രസംഗം കേട്ട സമയത്ത് അവിടെ ആ പ്രദേശത്തുണ്ടായിട്ടുള്ള പ്രതികരണങ്ങളെല്ലാം കണ്ടതല്ലേ? എത്രമാത്രം മോശമായ നിലയിലാണ് കാര്യങ്ങൾ പോയിട്ടുള്ളത് എന്ന് നാം ഇതിലൂടെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ പറയുന്നു ഖേദം പ്രകടിപ്പിച്ചു, മാപ്പ് പറഞ്ഞു എന്നൊക്കെയുള്ള പ്രചാരണം നടത്തി വരികയാണ്. ഇവിടെ ഇന്നലത്തെ പരിപാടിയുമായി ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് നാം കാണുന്നത് അവിടെ ഉദ്ഘാടനം നടത്തിയിട്ടുള്ളത് VD സതീശനാണ്, ബഹുമാനപ്പെട്ട കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ്. ഏറ്റവും ഒടുവിലാണ് ഇവിടെ UDF വടകര പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥിയായിട്ടുള്ള ഷാഫി പറമ്പിൽ സംസാരിച്ചത്. ഷാഫി പറമ്പിൽ സംസാരിക്കുന്ന സമയത്ത് ഹരിഹരൻ ഇതാ മോശപ്പെട്ട ഒരു വർത്തമാനം പറഞ്ഞു, ഇത് UDF അഭിപ്രായമല്ല, എന്റെ അഭിപ്രായമല്ല, ഇത് പറയുന്നതിന് വേണ്ടി തയ്യാറായിട്ടുണ്ടോ? ഇല്ല. ഇത് തന്നെയാണ് 2 മാസക്കാലമായി UDF ഈ വടകരക്കകത്ത് പ്രചാരണത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഏറെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് റിപ്പോർട്ടർ ചാനലിലുള്ള ഒരു വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ട് നാടിനകത്ത് നടത്തിയിട്ടുള്ള പ്രചാരണം. അതോടൊപ്പം തന്നെ ബഹുമാന്യനായ കാന്തപുരം ഉസ്താദിന്റെ പ്രസ്താവന എന്ന നിലയിൽ ലെറ്റർ ഹെഡ് ഉപയോഗപ്പെടുത്തി നടത്തിയിട്ടുള്ള പ്രസ്താവനയെ കുറിച്ച് നമ്മളേറെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. മാതൃഭൂമിയുടെ ലെറ്റർ ഹെഡ് ഉപയോഗപ്പെടുത്തി, മാതൃഭൂമിയുടെ എംബ്ലം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ലവ് ജിഹാദ് ഉണ്ട് എന്ന് ടീച്ചർ പറഞ്ഞു എന്ന നിലയിലേക്കുള്ള പ്രസ്താവന, മീഡിയ വണ്ണിന്റെ എംബ്ലം ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള പ്രസ്താവന, ഇവിടെ UDF നടത്തിയിട്ടുള്ള പ്രചാരണം നമ്മൾ കണ്ടതാണ്. അങ്ങേയറ്റം മ്ലേച്ഛമായ നിലയിൽ, വ്യാജമായ നിലയിൽ, രാഷ്ട്രീയം പറയാതെ ഇവിടെ ടീച്ചറെ തേജോവധം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതല്ലേ നമ്മൾ കണ്ടിട്ടുള്ളത്. ഇവിടെ ഈ ടീച്ചറെ സംബന്ധിച്ച് ഞാൻ ഈ ചർച്ചക്കകത്ത് വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ ലോകം അറിയപ്പെടുന്ന മലയാളികളുടെ അഭിമാനമായ ടീച്ചർക്കെതിരായി ഇവർ വ്യക്തിപരമായ തെറ്റായ പ്രചാരണത്തിന് നേതൃത്വം കൊടുത്ത് ഇതാ ടീച്ചർ മുസ്ലിം വിരുദ്ധയാണ്, ഇസ്ലാമിക വിരുദ്ധയാണ് എന്ന നിലയിലുള്ള പ്രചാരണത്തിന് നേതൃത്വം കൊടുത്തില്ലേ? ഞാൻ എത്ര ഉദാഹരണം ഇവിടെ പറയാം. കേവലം റിപ്പോർട്ടർ ചാനലിനകത്ത് നടന്നിട്ടുള്ള പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് മാത്രമാണോ? അല്ല. നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് ഇവിടെ പ്രവാചക നിന്ദ നടത്തി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രചാരണം. അതോടൊപ്പം തന്നെ ഘട്ടം ഘട്ടമായി ഇവിടെ വാട്സപ്പിനകത്ത്, ഫേസ്ബുക്കിനകത്ത്, നവമാധ്യമത്തിനകത്ത് തെറ്റായ നിലയിലുള്ള പ്രചാരണത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് രാഷ്ട്രീയം പറയാതെ മുന്നോട്ട് വരുന്നതിന് വേണ്ടിയാണ് ഇവിടെ UDF തയ്യാറായിട്ടുള്ളത്. UDF യഥാർത്ഥ മുഖം ഇവിടെ ജനങ്ങൾ ഇതിലൂടെ ഇന്നലെ ഹരിഹരന്റെ പ്രസ്താവനയിലൂടെ മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് നാം കാണുന്നത്. എത്ര ഈ വിഷയത്തെ ഇത് ഒന്ന് പൂർത്തീകരിച്ചോട്ടെ. ശരി, പൂർത്തീകരിക്കൂ. ഈ എത്ര സുന്ദരമായിട്ടാണ് നൗഷാദ് അലി ഈ വിഷയത്തെ ഇങ്ങനെ പൊതുവൽക്കരിച്ചു പറയുന്നത്. ഇവിടെ ഈ പറയുന്ന LDF നേതാക്കന്മാർ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു. ഇവിടെ ഈ പറയുന്ന ഹരിഹരനെ ഈ സംരക്ഷിക്കുന്ന നിലയിലേക്ക്, ആ പ്രസ്താവനയെ സംരക്ഷിക്കുന്ന നിലയിലേക്കല്ലേ കാര്യങ്ങൾ പോകുന്നത്. നിങ്ങൾ ഈ വിഷയത്തെ തള്ളിപ്പറയുന്നതോടൊപ്പം തന്നെ ഭാവിയിൽ ഒരു രാഷ്ട്രീയ നേതാവും പറയാൻ പാടില്ലാത്ത നിലയിലേക്ക് നമുക്ക് ഈ വിഷയത്തെ
കൊണ്ടുചെന്ന് എത്തിക്കുന്നതിന് പകരം അദ്ദേഹം ഇന്നലെ നടത്തിയിട്ടുള്ള പ്രസ്താവന സമൂഹത്തിന് എന്ത് ഗുണമാണ് ചെയ്യുക, സമൂഹത്തിന് എന്ത് സന്ദേശമാണ് നൽകുന്നത്? ഇവിടെ മഞ്ജു വാര്യരുടെ പോൺ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ തയ്യാറായിക്കൊള്ളൂ, എന്തിനാണ് ടീച്ചർ പോൺ വീഡിയോ തയ്യാറാക്കുന്നത് എന്ന നിലയിലേക്കൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ നേതാവിനെ സമൂഹം നോക്കിക്കാണുക എന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് വളരെ വളരെ മോശമായ നിലയിൽ ഇതിനെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയാണ് UDF നേതൃത്വം മുന്നോട്ട് വരുന്നത്. ശരി.